ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ടെൻസഗ്രിറ്റി ഫ്ലവർ വേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടെക്നിക്ക് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടും. അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതുപോലത്തെ രണ്ട് പലക എടുത്തിട്ടുണ്ട്. രണ്ടും സമചതുരത്തിലുള്ളതാണ്. വീതി നീളം ഒന്ന് തന്നെയാണ്. ഇതിപ്പോൾ 5.25 ഇഞ്ച് വീതിയാണ്. വീതി നീളം 5.25 ഇഞ്ചാണ്. ഇതിന്റെ കനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ചോളം കനമുള്ളൂ. കൂടാതെ ഇതുപോലത്തെ 3 പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതും സ്ക്വയറാണ്, സമചതുരത്തിലുള്ളതാണ്. ഇതിന്റെ ആവശ്യമുണ്ട്, നമുക്ക് കട്ട് ചെയ്തത് ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഞാനിതൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്കൊരു 6 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 6 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു 3 ഇഞ്ച് അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ 3 ഇഞ്ച് നീളത്തിലുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ സ്ക്വയറാക്കി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പശ വെച്ച് ഒട്ടിക്കാൻ പോവാണ്. ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു പശ വെക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ലെവലിൽ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ല് പോലെ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല വെറുതെയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും കൂടെ അതുപോലെ തന്നെ എല്ല് പോലെ ഒട്ടിക്കാം. അത് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം എടുത്ത ആ സ്ക്വയർ ആയിട്ടുള്ള പലക ഉണ്ടല്ലോ, സമചതുരത്തിലുള്ള, അതെടുക്കുക. ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ നൈഫ് വെച്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. നല്ല ചെറിയ നൈസായിട്ട് നമുക്ക് നല്ല കറക്റ്റ് ലെവലിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വശം മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിന്റെ നമുക്ക് സെന്റർ ഭാഗം മാർക്ക് ചെയ്യണം. ഇവിടെ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതുപോലെ തന്നെ നമ്മൾ 2 പലകയിലും മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന്റെ 2 സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെന്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കനം ഉണ്ടല്ലോ, ഈ കനം തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒരാണി വെച്ച് ഞാനൊരു മാർക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യണ്ട, മാർക്ക് ചെയ്യുക. ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അതിപ്പം അതിൻ്റെ 4 കോണും ഒരേപോലെ ആയിരിക്കും ഉണ്ടോ. ഇതെല്ലാം പോയിന്റുകളെല്ലാം കറക്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടോ. 2 പലകയുടെ മാർക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 4 കോണിലും ഹോൾ ഇടണം, ചെറിയ ഹോൾ ഇടണം. അപ്പോൾ ഇതിൻ്റെ ഈ പലകയുടെ 4 കോണിലും ഉള്ള ഹോളുകളുണ്ടോ, അത് ഇട്ടിട്ടുണ്ട്. 2 പലകയിലും അതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന പീസിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിത് കണ്ടെടുക്കണം. നമ്മൾ ഈ ഒരു കണക്ക് ഇവിടെ ലെവൽ ഒപ്പിച്ച് വെച്ചിട്ട് അടുപ്പിച്ച് വെച്ച് കാണിച്ചു തരാൻ എന്തുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണിത് കണ്ടോ. ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പലകയുടെ അനുസരിച്ചുള്ള സെൻറ്റർ ഭാഗമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. 2ൻ്റെയും അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നമുക്ക് ഹോൾ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് സ്ക്രൂ വെച്ച് കൊടുക്കണം, ഇവിടുന്ന് അങ്ങോട്ട്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രൂവും വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ഞാനൊരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ കണക്കനുസരിച്ച് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ആ വരയുടെ കണക്കനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ പശ വെച്ച് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ലെവലായിട്ടിരിക്കണം. നമ്മൾ സ്ക്വയർ വെച്ച് ഇതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ ഒരു പീസും കൂടെ 2ാമത്തെ പലകയിലിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാം. ഇതുപോലെ ഇങ്ങനെ പശ വെക്കുക, എന്നിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഓരോ സ്ക്രൂവും കൂടെ വെച്ച് കൊടുക്കണം. ഇവിടെ ഓരോ സ്ക്രൂ, 2 സ്ക്രൂ വെച്ച് കൊടുക്കാം.
സ്ക്രൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ 4 വശത്തും നൂലിടണം. ഇവിടെ നൂല് കെട്ടണം. ഈ ഭാഗത്തെല്ലാം നൂല് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കുറച്ച് ഹൈറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു 2 പീസ് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു ലെവലിൽ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പീസ് ഒരു 2 ഇഞ്ചോളം നീളം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇതുപോലത്തെ കോട്ടൺ നൂല് എടുക്കണം. അപ്പോൾ ഈ നൂല് നമ്മൾ ഈ ഹോൾ വഴി ഇറക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് വെക്കണം. കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ അത് ഒട്ടിച്ച് വെക്കുകയോ എന്തെല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ ഇതുപോലത്തെ ഒരു ആണി പോലത്തെ ഒരു മരം കൊണ്ടുണ്ടാക്കിയാണ്. അത് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ നൂലിറക്കിയിട്ട് നല്ല ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ടൈറ്റാക്കി ഉറപ്പിച്ച് വെക്കണം അല്ലോ. നമുക്ക് ഇതിൻ്റെ ഈ എൻ്റെ അടുത്ത് നമുക്ക് ഈ താഴത്തെ ഈ ഒരു ഹോൾ വഴി കൂടെ ഇങ്ങോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ഇറക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വന്നു എൻ്റെയും ഇതുപോലെ ഇങ്ങനെ ഇറക്കിയെടുക്കുക. ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് അളവ് ഈക്വലായിരിക്കണം, ഒരേ അളവ് തന്നെ ആയിരിക്കണം. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഒരു 9.4 പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ ഒരു പിന്നീട് ഇങ്ങനെ ഇറക്കി വെക്കാൻ കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പിന്ന് നമുക്ക് തൊട്ട് കയറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു വശം തിരിച്ചിങ്ങനെ വെക്കാം. ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അളവ് മാറിപ്പോകാതെയാണ് ചെയ്യേണ്ടത്. നമുക്കും ഇതിൻ്റെയാണ് ഇനിയിപ്പം ഫസ്റ്റായിട്ട് വെക്കേണ്ടത്. അപ്പം അതിൻ്റെ ഹോൾ വഴിക്കിട്ട് നമുക്ക് ആ ഒരു നൂല് ഇറക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇത് മരത്തിൻ്റെ ചെറിയൊരു ആണി പോലത്തെ പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ആ ഹോളിൻ്റെ അകത്ത് തന്നെ ഇറക്കി നല്ല ടൈറ്റായിട്ട് വെക്കണം. ഈ സെൻറ്റർ ഭാഗം കൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്ക് മറ്റേ മരത്തിൻ്റെ ആ ആണി പീസ് ഉണ്ടല്ലോ, അതും കൂടെ വെച്ചൊന്ന് ടൈറ്റാക്കി നല്ല മുറുക്കി വെക്കാം. അപ്പം ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മൾ 9.4 ഇഞ്ചാണ് അതിൻ്റെ ആ പുറം അളവ് വരുന്നത്. ആ അളവ് തന്നെ നമുക്കിവിടെ നൂല് ടൈറ്റാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ തന്നെ പിന്നൊക്കെ വെച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ നമ്മൾ ഈ മരത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഹോൾ വഴിക്ക് നമുക്ക് ടൈറ്റാക്കി വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോള് നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കിയാൽ കാണത്തില്ല, നല്ല മൂടി നിൽക്കുന്ന പോലെ കാണും. ആ നൂല് ഇറങ്ങിയിരിക്കുന്നതായിട്ട് തോന്നത്തില്ല, ഒരു ഹോൾ വഴികൂടെയാണ് ഇറങ്ങിയിരിക്കുന്നുള്ള തോന്നത്തില്ല. അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു അളവുണ്ടല്ലോ, ആ ഒരു 9.4 ഇഞ്ച് ആ ഒരു അളവ് കീപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ടൈറ്റാക്കി വെക്കുക. എങ്കിലുള്ള കറക്റ്റ് ലെവലിൽ ഇരിക്കത്തുള്ളൂ. ഇപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് ഉറപ്പിച്ച് വെക്കുക. അങ്ങനെ അതിൻ്റെ അവസാനത്തെ പിന്നും കൂടെ വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നൂല് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കത് നേരെ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇതുപോലെ നേരെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോക്കേസിലൊക്കെ വീട്ടിലെ ഷോക്കേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണ്. ഇതിന് കളറിങ് ഒക്കെ കൊടുത്തതിന് പോളിഷൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ഒരു ടൈപ്പ് പോലെ ഇരിക്കും. അതുപോലെ തന്നെ നൂലിരിക്കുന്നതായിട്ടുള്ള തോന്നത്തില്ല. നല്ലൊരു ഇൻവേസിബിൾ ആയിട്ടുള്ള ഒരു നൂലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല, നൂലിലാണ് ഇരിക്കുന്നുള്ളത് അറിയത്തില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. നല്ല ഒരു എന്താ പറയുക, ഇച്ചിരി അത്യാവശ്യം വെയിറ്റുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അനങ്ങാതെ തന്നെ ഇരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഈ സെൻട്രലത്തെ ഈ നൂലുണ്ടല്ലോ, ഈ നൂലിലാണ് ഇതിൻ്റെ ഫുള്ള് വില ഇരിക്കുന്നത്. ആ നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ട് തന്നെ വീഴും. ഇപ്പം ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ചെറിയൊരു വെയിറ്റ് വെച്ച് നോക്കുവാണ്. എൻ്റെ കൈ കിട്ടിയിരിക്കുന്ന ഒരു ശംഖാണ്. ആ ശംഖ് വെച്ച് നോക്കുവാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പം കാണിച്ചു തരാം. ഇതിപ്പോൾ അനക്കിയാലും ഒന്നും പോകത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇപ്പം എന്തായാലും ഇതിപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.